നമസ്കാരം. മലയാളി ജേർണലിലേക്ക് സ്വാഗതം. മൂവാറ്റുപുഴയിൽ നിന്നുള്ള നിയമസഭാംഗവും കോൺഗ്രസിൻ്റെ സമുന്നതനായ യുവനേതാവും തൻ്റെ നിലപാടുകൾ കൊണ്ട് സ്ഥിരപ്രതിഷ്ഠ നേടിയ അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടനാണ് ഇന്ന് നമ്മുടെ അതിഥി. നമസ്കാരം സാർ. എൻ്റെ ആദ്യത്തെ ചോദ്യം താങ്കൾക്ക് സംഭവിച്ചിരിക്കുന്ന മാറ്റത്തെപ്പറ്റി അറിയാനാണ്. മാത്യു കുഴൽനാടൻ എന്ന വ്യക്തിയും ഇപ്പോൾ MLA ആയിട്ടിരിക്കുന്ന സാറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മളങ്ങനെ വ്യക്തിപരമായ ഒരു സ്വഭാവ സവിശേഷതകളിൽ അങ്ങനെ മാറ്റം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ പ്രയോറിറ്റീസും നമ്മുടെ അപ്രോച്ചും നമ്മുടെ എൻഗേജ്മെൻറ്റ്സിലും ഒക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു പക്ഷേ കൃത്യമായി പറയുകയാണെങ്കിൽ MLA ആവുന്നതിന് മുമ്പ് നമ്മൾ പ്രൊഫഷണൽ ആസ് വെൽ ആസ് ഒരു പബ്ലിക് സർവീസ് എന്നുള്ള പോലെ ഈക്വൽ ഇതിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ നൗ ഐ ആം മോർ എ പബ്ലിക് പേഴ്സൺ, പബ്ലിക് സെർവൻറ്റ് ആൻഡ് ലെസർ എ പ്രൊഫഷണൽ. ആ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു മാറ്റം പിന്നെ ഉണ്ടാകുന്ന നമ്മുടെ ഡേ ടു ഡേ അപ്രോച്ചിലും അഫയേഴ്സിലും കാര്യങ്ങളിലുമൊക്കെ മാറ്റം ഉണ്ടാകും. അതല്ലാതെ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ റിമെയിൻസ് ദ സെയിം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അടിസ്ഥാന സ്വഭാവവും അടിസ്ഥാന രീതികൾക്കും മാറ്റമില്ല. പക്ഷേ പ്രയോറിറ്റീസിലും എൻഗേജ്മെൻറ്റ്സിലും അപ്രോച്ചിലും ഒക്കെ ഈ മോർ ടുവേഴ്സ് പബ്ലിക് ലൈഫ് എന്നുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾക്കും അത് മനസ്സിലാവുന്നുണ്ട്. പിന്നീടൊരു അടുത്ത ചോദ്യം, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് VT ബൽറാമും KM ഷാജിയും ഒക്കെ ആയിരുന്നു ശക്തമായ ശബ്ദമായിട്ട് നിയമസഭയിൽ മുഴങ്ങിക്കേട്ടത്. ഇന്ന് ആ സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് സാറാണ്. അപ്പോൾ നേർക്കുനേരുള്ള സഖാവ് പിണറായി വിജയനുമായിട്ടുള്ള നേർക്കുനേരുള്ള ആ ഒരു അവസരത്തിൽ, ആ ഒരു സന്ദർഭത്തെ ഭയത്തോടെ കാണുന്നുണ്ടോ, അഭിമാനത്തോടു കൂടി എന്താണ് ഫീൽ ചെയ്യുന്നത്? എന്താണ്? അല്ല, അങ്ങനെ പറഞ്ഞ് ഭയപ്പെടുത്താൻ ഇടതുപക്ഷത്തിൻ്റെ ആളുകളും ഈവൻ മന്ത്രിമാർ പോലും അങ്ങനെ പരിശ്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളോ പോരാട്ടമോ നടത്തിയവരൊന്നും ഇന്ന് സഭ കണ്ടില്ല, അല്ലെങ്കിൽ സഭയിൽ ജയിച്ചു വന്നില്ല. ആ അനുഭവം വേണോ എന്നുള്ള പോലെ ഒരു ഇൻഡയറക്റ്റായിട്ട് ഇങ്ങനെ പേടിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഞാനത് അന്നേരം തന്നെ അതിന് മറുപടി പറഞ്ഞു, ജീവിതം ഒന്നേ ഉള്ളൂ, അല്ലെങ്കിൽ നമുക്കത് അന്തസ്സായി ജീവിക്കാനുള്ളതാണ്. അതല്ലാതെ അങ്ങനെ ഞാനിനി അല്ലെങ്കിൽ കാലാകാലം MLA ആയിരിക്കും എന്നുള്ളതൊന്നുമല്ല. നമ്മളായിരിക്കുന്ന പദവിയിൽ നമ്മളോട് തന്നെ, നമ്മുടെ മനസാക്ഷിയോട് തന്നെ 100% നീതി പുലർത്തുക, ആത്മാഭിമാനത്തോടുകൂടി പൂർണ്ണ സംതൃപ്തിയോടുകൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ആ പ്രതിപക്ഷ MLA എന്ന നിലയിൽ എൻ്റെ ധർമ്മവും ഉത്തരവാദിത്വവുമായിട്ടാണ് ഞാൻ കാണുന്നത്. സർക്കാരിൻ്റെ തെറ്റായ കാര്യങ്ങളെ, എസ്പെഷ്യലി അഴിമതിയെ തുറന്നു കാണിക്കും, അതിനൊരു പോരാടുകയും ചെയ്യാമെന്നുള്ളത്. ഞാൻ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകും, വാട്ട് എവർ ദ കോൺസിക്വൻസ്. ഒരു അവസരത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? അടുത്തൊരു ശബ്ദമുയർത്താൻ കിട്ടിയ ഒരു അവസരത്തെ? തീർച്ചയായിട്ടും അതൊരു ഇതാണല്ലോ, വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം നമുക്ക് ഈ ഒരു ഏജിൽ, ഈ ഒരു ഇതിൽ നമുക്ക് MLA ആയി വരാനൊരു അവസരം കിട്ടി. അനീതിക്കെതിരെ പോരാടാൻ, അഴിമതിക്കെതിരെ പോരാടാൻ കിട്ടിയൊരു അവസരം ഞാനൊരു വളരെ അഭിമാനത്തോടു കൂടിയും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ശശി തരൂർ എന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളുമെല്ലാം ഒരുപാട് ജനശ്രദ്ധ ആകർഷിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തെ കോൺഗ്രസ് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല എന്നൊരു സംസാരം പൊതുവെ ജനഹൃദയങ്ങളിലുണ്ട് എന്ന് പറയുകയാണെങ്കിൽ സാറിന് അതിനോടുള്ള പ്രതികരണം എന്തായിരിക്കും? അതിൽ ശശി തരൂരിൻ്റെ ഒരു ശേഷി, അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പോഷർ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അറിവ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിജ്ഞാനം, ഇതെല്ലാം ഒരു നിൽക്കുന്നൊരു ഡൊമൈനുണ്ട്. ആ ഡൊമൈൻ എന്ന് പറയുന്നത് ദേശീയ അന്തർദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് വലിയൊരു കോൺട്രിബ്യൂഷൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പാർട്ടി ആദ്യം തന്നെ പാർലമെൻറ്റിലേക്ക് പ്രിഫർ ചെയ്യുകയും പാർലമെൻറ്റിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പാർലമെൻറ്റിൽ കൊണ്ടുപോയി ആദ്യത്തെ വട്ടം തന്നെ അദ്ദേഹത്തെ വിദേശകാര്യ സഹമന്ത്രിയായി. കാരണം അദ്ദേഹത്തെ യൂസ് ചെയ്യാൻ പറ്റുന്ന അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ പാർട്ടി എന്ന നിലയിൽ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു പദവിയാണ് വിദേശകാര്യ മന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ അതിലാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പിന്നീട് നമുക്ക് അധികാരം നഷ്ടപ്പെട്ടു. പാർട്ടി ഇപ്പോൾ പ്രതിപക്ഷത്താണ്. അപ്പം എന്നിരുന്നാൽ പോലും ഇന്നത്തെ നിലയിൽ എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ട്. പ്രതിപക്ഷത്തിന് ചുരുക്കം ചില പാർലമെൻ്ററി കമ്മിറ്റീസേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് പ്രഗത്ഭരായിട്ടുള്ള പല നേതാക്കന്മാരും ജയിച്ചു വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ സീനിയോറിറ്റി വെച്ച് ഓരോ കമ്മിറ്റികൾ ഓരോരുത്തർക്ക് അസൈൻ ചെയ്യാറാണ് പതിവ്. പക്ഷേ ശശി തരൂരിനെ ഉപയോഗപ്പെടുത്തണമെന്നതുകൊണ്ട്
കമ്മിറ്റി ചെയർമാനായി അദ്ദേഹത്തെയാണ് പാർട്ടി വെച്ചത്. പിന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ കൂടുതലായി ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതകൾ എവിടെയൊക്കെയാണ്, എസ്പെഷ്യലി ഇപ്പം നിങ്ങളുടെ ചോദ്യം കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിലാണ്. കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിലും ശശി തരൂരിനെ കോൺഗ്രസ് ഉപയോഗപ്പെടുത്താൻ കഴിയും. കാരണം സ്വാഭാവികമായിട്ടും അദ്ദേഹം കേരളത്തിൽ നിന്നുള്ളൊരു MP ആണ്. കേരളത്തിലെ സമൂഹവുമായിട്ട് കൂടുതൽ ഒരുപക്ഷെ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളെക്കാളും സ്വന്തം ഓൺ സ്റ്റേറ്റ് എന്ന നിലയ്ക്ക് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന വ്യക്തിയാണ്. അത് അദ്ദേഹം ഇപ്പോൾ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. പാർട്ടിയുടെ നേതൃനിരയിൽ, കേരളത്തിൽ നിന്നുള്ള നേതൃനിരയിൽ മുൻനിരയിൽ വരുന്ന ആളുകളാണ്. അപ്പോൾ ആ നിലയിൽ ഉപയോഗപ്പെടുത്തണം. അതാണ് നല്ലതെന്നുള്ള അഭിപ്രായം എനിക്ക്. വരും കാലങ്ങളിൽ ഒരു പക്ഷേ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടാകാൻ മാറ്റങ്ങളിലൊന്നുമല്ല. ഇപ്പം അത് മുൻനിരയിലേക്ക് വന്നല്ലോ. ഇപ്പോൾ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണല്ലോ. വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാർ സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ മുൻനിര നേതാക്കന്മാരാണ്. കേരളത്തിൽ നിന്നുള്ള വർക്കിംഗ് കമ്മിറ്റി മെമ്പർ എന്ന് പറയുമ്പോൾ കേരളത്തിലെ പാർട്ടിയുടെ മുൻനിരയിലുള്ളവരാണ്. അപ്പോൾ അത് ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ശശി തരൂരിന് കൂടുതലായി പാർട്ടി ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. ജനശ്രദ്ധയിലുള്ളൊരു കാര്യം, കെ കരുണാകരനും ഉമ്മൻചാണ്ടി സാറും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ സജീവമായിട്ടുള്ളൊരു ഗ്രൂപ്പ് പ്രവർത്തനവും പാർട്ടി പ്രവർത്തനവും ഒക്കെ സജീവമായിട്ട് തന്നെ നടന്നിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തിഗതമായിട്ടത് ചുരുങ്ങുന്നില്ലേ എന്നൊരു സംശയം പൊതു ഇടത്തിലുണ്ടല്ലോ. അപ്പോൾ അതിനോട് സാറിൻ്റെ പ്രതികരണം? അത് നല്ലൊരു ഒബ്സർവേഷനാണ്, കറക്റ്റായിട്ടുള്ള ഒബ്സർവേഷനാണ്. ഞാനും അതിനോട് യോജിക്കുന്ന ഒരു ഒബ്സർവേഷനാണ്. കാരണം പണ്ട് കോൺഗ്രസ്സിലെ പ്രവർത്തനങ്ങൾക്ക് ഈ ഗ്രൂപ്പുകളുടെ ശക്തമായ സാന്നിധ്യം ഉണ്ടായിരുന്നു. ശക്തമായ സാന്നിധ്യം എന്ന് പറയുമ്പോൾ പാർട്ടി ഒരുപക്ഷെ ഗ്രൂപ്പുകൾ 1+1 അല്ലെങ്കിൽ 1+1+1+1 3 4 ഗ്രൂപ്പുണ്ടെങ്കിൽ 4 ഗ്രൂപ്പ് ചേരുന്നതാണ് പാർട്ടി എന്ന് പറയുന്നത്. ആ നിലയിൽ ഗ്രൂപ്പുകൾ ശക്തവും വളരെ സംഘടിതവും അല്ലെങ്കിൽ വളരെ ഡിസ്റ്റിങ്ക്വിഷബിളുമായിരുന്നു. ആളുകളെല്ലാവരും, പ്രവർത്തകർ പോലും ഒരു ഗ്രൂപ്പാണെന്നാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടം ഇപ്പോൾ പോയി. പ്രത്യേകിച്ച് പാർട്ടി 2 വട്ടം പ്രതിപക്ഷത്ത് വന്നു. ഇപ്പോൾ ആരും അങ്ങനെ ഒരു ഗ്രൂപ്പ് എന്ന നിലയിൽ മുമ്പോട്ട് പോകാനോ ഗ്രൂപ്പിൻ്റെ ഭാഗമാകാനോ അല്ലെങ്കിൽ ആ നിലയിൽ പ്രവർത്തനം കേന്ദ്രീകരിക്കാനോ നേതൃതലത്തിലുള്ളവരും താല്പര്യപ്പെടുന്നില്ല, പ്രവർത്തകർ ഒട്ടും താല്പര്യപ്പെടുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഗ്രൂപ്പുകളുടെ ഒരു സാന്നിധ്യം ഇല്ലാതാകും, അല്ലെങ്കിൽ ഗ്രൂപ്പുകളുടെ ഒരു രൂപവും ഭാവവും പതുക്കെ ഡിമിനിഷ് ചെയ്യുമ്പോൾ നാച്ചുറലാണ് വ്യക്തികളെ കേന്ദ്രീകരിച്ച് ആളുകൾ, പ്രവർത്തകർ, നേതാക്കന്മാരൊക്കെ ഒരു ഗ്രൂപ്പിംഗ് അല്ലെങ്കിൽ ഒരു അലൈൻമെൻറ്റ് ഉണ്ടാവുകയാണ്. അതൊരു നാച്ചുറൽ പ്രോസസ്സായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. അതുമില്ലെങ്കിൽ പാർട്ടിയിൽ ആരും തമ്മിൽ ആർക്കും ഒരു കണക്റ്റ് ഇല്ലാത്ത പോലെ ദാറ്റ് ഷുഡ് നോട്ട് ഹാപ്പൻ. അത് വരും കാലങ്ങളിൽ പാർട്ടിക്കൊരു അപകടം ചെയ്യില്ലേ? ഇല്ല. നേതാക്കന്മാരുണ്ടാവുക, നേതാക്കന്മാരോട് ചേർന്ന് നിൽക്കുന്ന നേതാക്കന്മാരും രണ്ടാം നിരയിലും 3-ാം നിരയിലും 4-ാം നിരയിലും വരുന്ന നേതാക്കന്മാരും പ്രവർത്തകരും വ്യക്തിപരമായി അവർ ചില നേതാക്കന്മാരോട് വലിയ ആദരവും ബഹുമാനവും ആരാധനയും അടുപ്പവും സ്നേഹവും ഇഷ്ടവും ഒക്കെ ഉണ്ടാവുക എന്നുള്ളത് നാച്ചുറലാണ്. സോ ദാറ്റ് ഷുഡ് നോട്ട് അഫക്റ്റ് പ്രോസ്പെക്ട്സ്. സാർ ഇപ്പോൾ MLA ആയതിനു ശേഷം 2 സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ല എന്ന് വിശദമായിട്ട് തന്നെ പറയുകയുണ്ടായി. പക്ഷേ ഒന്നിലധികം സ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജനപ്രതിനിധികൾ ഉണ്ട് താനും. അപ്പോൾ ഇങ്ങനെ 2-3 പദവികൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ വേണ്ട പോലെ ശ്രദ്ധ പുലർത്താൻ പറ്റില്ല, അല്ലെങ്കിൽ ആത്മാർത്ഥത പുലർത്താൻ പറ്റില്ല എന്നൊരു അഭിപ്രായം ഉള്ളതുകൊണ്ടാണോ സാറ് MLA മാത്രമായിട്ട് അങ്ങനെ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തത്? ഞാനത് നേരത്തെ മുതൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു വന്നിരുന്നു. പാർട്ടിക്കകത്ത് ഒരാൾക്കൊരു പദവി എന്നൊക്കെ ഉള്ളൊരു കോൺസെപ്റ്റിനെ വളരെ സ്ട്രോങ് ആയി ആർഗ്യൂ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ MLA ആയ ഉടനെ തന്നെ ഞാൻ മറ്റ് സ്ഥാനങ്ങൾ ഞാൻ ഒഴിഞ്ഞു. പക്ഷേ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോൾ പല ജനപ്രതിനിധികളും പല സംഘടനാ രംഗത്തുമുണ്ട്. അപ്പോൾ ഈ ഒരു ആവശ്യം കഴിഞ്ഞ കുറച്ച് നാളായി എന്നോടും പാർട്ടി ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാനിതുവരെയും ഒഴിഞ്ഞു നിൽക്കുന്നതിന് ഒരു റീസൺ എന്ന് പറയുന്നത്, ഒന്ന്, ഞാൻ ആ ഒരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. 2, ഞാൻ ഫസ്റ്റ് ടൈം MLA ആണ്, ആദ്യത്തെ തൊട്ട് MLA. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പ്രൈം ഫോക്കസ് MLA എന്ന ആ ഒരു പദവിക്കോ അല്ലെങ്കിൽ MLA എന്ന ആ ഒരു ഉത്തരവാദിത്വത്തിനോ ആയിരിക്കണം. പക്ഷേ ഇനിയിപ്പോൾ പാർട്ടി തെരഞ്ഞെടുപ്പിലേക്കൊക്കെ വരുമ്പോൾ എല്ലാവരെയും ഉപയോഗപ്പെടുത്തണം. ഓരോരുത്തർക്കും ഓരോ സ്ട്രെങ്ത് ഉണ്ട്, അല്ലെങ്കിൽ ഓരോ മേഖലയിൽ ഓരോ പ്രാധാന്യമുണ്ട്. അതനുസരിച്ച് ആളുകൾ ഉപയോഗപ്പെടുത്തണം എന്ന് ഒരു ആലോചനയുണ്ട്. അപ്പോൾ അത് വെച്ച് മറ്റ് ജനപ്രതിനിധികൾ തുടരുന്നത് തെറ്റെന്ന് പറയാൻ കഴിയില്ല. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് എല്ലാവരുടെയും സർവ്വശേഷിയും ഉപയോഗിക്കുക എന്നതാണ് ഇപ്പോഴത്തെ ആവശ്യം.
കാലഘട്ടത്തിൻ്റെ ആവശ്യം. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവർ തുടരുന്നത് ഒരു തെറ്റായി കാണാൻ കഴിയില്ല, ഒരു അനിവാര്യതയായിട്ടാണ് ഞാൻ കാണുന്നത്. പാർട്ടി ആവശ്യപ്പെട്ട സാറ് ഇനി മറ്റൊരു പാർട്ടി ആവശ്യപ്പെട്ട ചെയ്യാന്നുള്ളതാണല്ലോ നമ്മുടെ പാർട്ടി നിഷേധിക്കുക എന്നുള്ളത്. നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം, നമ്മുടെ താല്പര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സജഷൻസോ അല്ലെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പിൾസോ പറയാം. ബട്ട് അൾട്ടിമേറ്റ്ലി ഇപ്പോൾ പാർട്ടി ഇപ്പോൾ എന്തെങ്കിലും ദൗത്യം അങ്ങനെ ഏക്കണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു പരിധി കൂടുതൽ നമുക്ക് നോ പറയാൻ പറ്റിക്കൊണ്ടില്ല. മൂവാറ്റുപുഴ മണ്ഡലം സാറിനെ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ നാട്ടുകാരങ്ങനെ ചെയ്തത് കൊണ്ട് സർക്കാരിൻ്റെ ഒരു ശ്രദ്ധ അല്ലെങ്കിൽ ഒരു പരിഗണനയ്ക്ക് മൂവാറ്റുപുഴയ്ക്ക് സാധ്യതയില്ലാതാകും എന്നൊരു തോന്നൽ സാറിനുണ്ടോ? അല്ല, അത് എനിക്ക് തോന്നലല്ല. അത് പൊതുവായി സർക്കാരിൻ്റെ സമീപനത്തിൽ നിന്നും പൊതുസമൂഹത്തിനും ആളുകൾക്കും മണ്ഡലത്തിലെ ആളുകൾക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഇതിനു മുമ്പൊക്കെ സംസാരിച്ച പോലെ സർക്കാരുമായി ഏറ്റുമുട്ടൽ എന്നുള്ളതല്ല, സർക്കാരിൻ്റെ തെറ്റായ രീതികളെ, മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ മന്ത്രിമാരുടെ അഴിമതിയെ തുറന്നു കാണിക്കുകയും അതിനെതിരെ പോരാടുകയും ചെയ്യുമ്പോൾ അവരുടെ കണ്ണിലെ കരടാവും എന്നുള്ളത് ശരിയാണ്. അപ്പോൾ തിരിച്ചും അവർ റിട്ടാലിയേറ്റ് ചെയ്തിരുന്നു. നിങ്ങളൊക്കെ കണ്ടതാണ്. എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട സർവേ നടത്തലും അന്വേഷണവും അളക്കലും പിടിക്കലും അതുപോലെ കേസും FIR ഒക്കെ ചെയ്യാവുന്ന എല്ലാവരും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കാണിക്കുന്നത് സർക്കാരിനൊരു ഒരു വെഞ്ചൻസ് അല്ലെങ്കിൽ സർക്കാരിന് നമ്മളോടുള്ള അതൃപ്തി അല്ലെങ്കിൽ നമ്മളെ വേട്ടയാടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടെന്നുള്ളതാണ്. പിന്നെ അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, മൂവാറ്റുപുഴ മണ്ഡലവുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന വികസന ആവശ്യങ്ങളോ അല്ലെങ്കിൽ വികസന പ്രക്രിയയോ മൂവാറ്റുപുഴ നടക്കുന്ന വികസന പ്രക്രിയകളെയോ സർക്കാരിൻ്റെ അധികാരം ഉപയോഗിച്ച് വേണമെങ്കിൽ വൈകിപ്പിക്കുകയോ താമസിപ്പിക്കുകയോ ഇല്ലാതാക്കാൻ പരിശ്രമിക്കുകയോ ഒക്കെ ചെയ്യാം. എന്നാലും അങ്ങനെയൊന്നും പൂർണ്ണമായിട്ടും ഏത് സർക്കാർ ഏത് മന്ത്രി വിചാരിച്ചാലും എല്ലാമൊന്നും അങ്ങനെ അട്ടിമറിച്ച് കളയാൻ കഴിയില്ല. ഏറിയ കുറച്ച് വൈകിപ്പിക്കാം, പക്ഷെ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്ത് ഈ മണ്ഡലത്തിന് ആവശ്യപ്പെട്ടത്, ജനങ്ങൾക്ക് ആവശ്യപ്പെട്ടത് വാങ്ങിയെടുക്കാൻ കഴിയും, ചെയ്യിച്ചെടുക്കാൻ കഴിയും എന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. കാരണം ഇതിനെല്ലാം ഒരു നിയമപരമായ വ്യവസ്ഥയുണ്ടല്ലോ. ഒരു മന്ത്രി ഒരു സർക്കാർ വിചാരിച്ചെന്ന് കരുതി അവരാഗ്രഹിക്കുന്ന എല്ലാം നടക്കില്ല. സോ ഞാൻ ലീഗലി ഭാഗത്ത് നോക്കുന്നുണ്ട്. സോ ഐ എം എക്സ്പ്ലോറിങ് എവറി ഓപ്ഷൻസ് ടു മേക്ക് ഷുവർ ദാറ്റ് മൂവാറ്റുപുഴ ഇസ് ലൂസിങ്, നോട്ട് ലൂസിങ്. മൂവാറ്റുപുഴയിൽ കരുതിക്കൂട്ടി മാത്യു കുഴൽനാടൻ എന്ന വ്യക്തിയെ തോൽപ്പിക്കുമെന്ന് സാറിന് ഭയമുണ്ടോ? അതായത് ഡയറക്റ്റായിട്ട് ചോദിക്കുകയാണെങ്കിൽ പിണറായി വിജയൻ്റെ സാറിന് പേടിയുണ്ടോ? നല്ലൊരു ചോദ്യമാണ്. കാരണം പൊതുവെ അങ്ങനെയൊരു പ്രചരണവും അങ്ങനെയൊരു പേടിപ്പിക്കാനുള്ള പരിശ്രമവും ഒക്കെ ഇടതുപക്ഷ കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകാറുണ്ട്. അടുത്ത തവണ ഞങ്ങളുടെ ടാർഗറ്റാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പോലെ. സോ ഞാൻ അങ്ങനെ ഇതിനൊരു കോൺസിക്വൻസും ഉണ്ടാവില്ല എന്ന് ഓർത്തിറങ്ങിയ ആളല്ല. ഐ നോ ദർ വിൽ ബി കോൺസിക്വൻസ്. അതായത് നമ്മൾ അഴിമതിക്കാരനല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്, നമ്മൾ അഴിമതി ചെയ്യാതിരുന്നാൽ മതി. പക്ഷെ അഴിമതിക്കെതിരെ പോരാടാൻ ഇറങ്ങുന്നത് ഇറ്റ് ഈസ് ഹൈ റിസ്ക്. അല്ലെങ്കിൽ അഴിമതിക്കാരെ ചോദ്യം ചെയ്യുന്നത്, അവരെ ജനങ്ങൾക്ക് മുമ്പിൽ എക്സ്പോസ് ചെയ്യുന്നത്, അഴിമതിക്കെതിരെ പോരാടുന്നത്, അതിൻ്റേതായ റിസ്ക് ഉണ്ട്. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ പിണറായി വിജയൻ വൈരനിര്യാതന ബുദ്ധിയുള്ള ആളാണെന്നും അല്ലെങ്കിൽ അങ്ങനെ എതിരാളികളെ നിരംപരിശാക്കാൻ എല്ലാ സാധ്യത ഉപയോഗിക്കുന്ന ആളാണെന്നൊക്കെ ഇങ്ങനെ പൊതുവെ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. സ്വാഭാവികമായിട്ടും അവർ പക്ഷേ രാഷ്ട്രീയപരമായി നമ്മളെ തോൽപ്പിക്കാനോ ഇല്ലായ്മ ചെയ്യാനോ പരിശ്രമിക്കുമെന്ന് നമുക്കറിയാം. പക്ഷേ ഞാനതിനെ ഭയപ്പെടുന്നില്ല. ഞാൻ ഒരു വിശ്വാസിയാണ്. ഏത് കാര്യത്തിലും നീതിയുടെ പക്ഷത്ത് നിന്ന് പോരാടിയാൽ മുകളിൽ നിന്ന് ബ്രാൻഡ് ഒരു കരുതലുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയൊന്നും എല്ലാ കാലത്തും എല്ലായിടത്തും എല്ലാവരെയും ജയിക്കാനൊന്നും ആർക്കും അങ്ങനെ അതിമാനുഷികതയൊന്നുമില്ല. സോ ലെറ്റ് us see, let them try. ശക്തമായിട്ടുള്ളൊരു മത്സരം കേരളം കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതായിരിക്കണം, അങ്ങനെ ആയിരിക്കണം. തെരഞ്ഞെടുപ്പുകൾ അങ്ങനെ ഏകപക്ഷീയമാകാൻ പാടില്ല. ശക്തമായ മത്സരം വേണമെന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ലെറ്റ്സ് സീ. സാർ, ഇത്രയും സമയം താങ്കളുടെ മനസ്സിലുള്ള ഒരു മുൻപോട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ആ ഒരു ശൈലിയും രൂപമൊക്കെ ജനങ്ങൾക്ക് മുൻപിൽ ഇങ്ങനെ തുറന്ന് പറഞ്ഞതിനും ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിനും ഒരുപാട് നന്ദി.